നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഫ്രാക്ഷൻസ്. ഈ നവോദയ മാത്തമാറ്റിക്സിലെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വരുന്ന മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിൻ്റെ മലയാളം ഭിന്നസംഖ്യകൾ. മലയാളം എഴുതി പഠിക്കുന്നവർക്ക് നവോദയ സ്കൂളിലെ മലയാളത്തിലായിരിക്കും പരീക്ഷ എഴുതേണ്ടത്. ഭിന്നസംഖ്യകൾ. ഇപ്പോൾ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് പറഞ്ഞാൽ വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു when a number is divided into equal parts. ഒരു നമ്പറിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ പാർട്സ് one or more such equal part is known as a fraction. One or more such equal part is known as a fraction. Such equal part is known as fraction അല്ലെങ്കിൽ ഭിന്നസംഖ്യ. അപ്പോൾ ഒരു നമ്പറിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പാർട്ടിനെയാണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വെൻ നമ്പർ ഈസ് റിട്ടേൺ ബിലോ ആൻഡ് ആഫ്റ്റർ എ പാരലൽ ലൈൻ, ഒരു പാരലൽ ലൈനിന് മുകളിലും താഴെയായിട്ട് നമ്പർ എഴുതിയ അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 3/5. ഈ മുകളിൽ കാണുന്നതിനെ ന്യൂമറേറ്റർ എന്ന് പറയുന്നു. ന്യൂമറേറ്റർ. വരയുടെ താഴെ കാണുന്നത് ഡിനോമിനേറ്റർ ആയിരിക്കും. വരയുടെ മുകളിൽ കാണുന്ന ന്യൂമറേറ്ററും വരയുടെ താഴെ കാണുന്നത് ഡിനോമിനേറ്റർ ആയിരിക്കും. മലയാളത്തിൽ വരയ്ക്ക് മുകളിലുള്ളതിനെ അംശമെന്നും വരയ്ക്ക് താഴെയുള്ളതിനെ ഛേദമെന്നും പറയുന്നു. അപ്പം ഒരു സംഖ്യ പല പാർട്ടുകളായിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് തിരിച്ചാൽ ആ ഈക്വൽ പാർട്സിൽ 1-2 പാർട്ടിനെയാണ് 5 തിരിച്ചിരിക്കുന്നത്. ഒരു ഏത്തക്ക എടുത്ത് 5 മുറിച്ചിട്ട് അതിൽ 3, അതാണ് 5-ൽ 3. 3/5. മലയാളത്തിൽ പറയുമ്പോൾ ഛേദമാണ് ആദ്യം പറയേണ്ടത്. ഇംഗ്ലീഷ് പറയുമ്പോൾ 3/5. 3/5. ഇനി ഫ്രാക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ആദ്യത്തേത് പ്രോപ്പർ ഫ്രാക്ഷനാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ 2/4. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ദെൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 8/5. ഇതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കൂടാതെ മിക്സഡ് ഫ്രാക്ഷൻ. ഇത് ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ നമ്പറും കൂടി വന്നാൽ അതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 3 and 3/4. 3/4 എന്നൊക്കെ നമ്മൾ പറയല്ലേ. 5.5, 5 and 1/2. ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ. അതായത് ഒരു ഹോൾ നമ്പർ, ഒരു എണ്ണൽ സംഖ്യയും ഒരു ഫ്രാക്ഷൻ നമ്പറോട് വന്നാൽ അങ്ങനെയുള്ളതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ 3 ടൈപ്സ് ഓഫ് പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നേരെ തിരിച്ചാണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. മിക്സഡ് ഫ്രാക്ഷൻ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ വന്നാൽ അതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ പറയുന്നത്. ഇനി ഇതുകൂടാതെ റെസിപ്രോക്കൽ ഉണ്ട്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മറിച്ചിടുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അതായത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ഇൻ്റർചേഞ്ച്ഡ്. ഇറ്റ് ഈസ് നോൺ ആസ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഓഫ് 6/8 നമുക്ക് നോക്കാം. റെസിപ്രോക്കൽ ഓഫ് 6/8. 6/8ൻ്റെ റെസിപ്രോക്കൽ 8/6. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അന്യോന്യം മാറ്റിയിട്ടാൽ അത് റെസിപ്രോക്കൽ ആയി. ഇനി മറ്റൊന്നുകൂടി റെസിപ്രോക്കലിന് ഒരു എക്സാമ്പിളോട് പറയാം. 9/7. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 7/9. ഇതാണ് റെസിപ്രോക്കൽ. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അതിനൊന്നുകൂടി പറയാം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും
ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നേരെ തിരിച്ച്, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. മിക്സഡ് ഫ്രാക്ഷൻ ഹോൾ നമ്പറും, അതായത് പൂർണ്ണസംഖ്യ ഒരു ഭിന്നസംഖ്യയും കൂടെ കൂടി വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. മിശ്രഭിന്നം എന്ന് പറയും മലയാളത്തിൽ. മിശ്രഭിന്നം, മലയാളത്തിൽ ഇതിനെ പറയുന്നത് മിശ്രഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷമഭിന്നമാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമഭിന്നം മലയാളത്തിൽ. കാരണം ഇതിന് എൻ്റയർലി ഡിഫറൻ്റ് ആണ് മലയാള വാക്കുകൾ, അതുകൊണ്ടാണ് ഞാൻ മലയാളം കൂടി ഉപയോഗിക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം എന്ന് പറയും. സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം അത് അംശം ചെറുതും ഛേദം വലുതും. വിഷമഭിന്നം അംശം വലുതും ഛേദം ചെറുതും. മിശ്രഭിന്നം ഒരു പൂർണ്ണസംഖ്യ ഒരു ഭിന്നസംഖ്യയോട് ചേരുന്നതാണ് മിശ്രഭിന്നം. റെസിപ്രോക്കൽ ഛേദവും അംശവും പരസ്പരം തിരിച്ചിടുന്നതാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു ഹോംവർക്ക് എഴുതിയിടാം. ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് find the reciprocal of 12/6, 18/16, 2/3. ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇത് കണ്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിലെത്താം. താങ്ക് യു.